ഇങ്ങനൊരു ക്രോപ്പ് ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന ഒരു തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ. ഫസ്റ്റ് ഇങ്ങനെ എനിക്ക് തന്നെ ഒരു ടോപ്പ് തയ്ച്ചാലോ എന്ന് വിചാരിച്ചതാണ്. ബട്ട് ഇതൊരു ജാക്കോഡ് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ മോൾക്ക് തന്നെ എന്തെങ്കിലും തയ്ക്കാമെന്ന് വെച്ച് നോക്കുവാണ് കേട്ടോ. സ്കേർട്ട് തയ്ക്കാനുള്ളൊരു തുണി നമുക്ക് ഇതിനകത്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ട്രെയിറ്റ് പലാസോ തയ്ക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇത് ഞാൻ നേരത്തെ അവൾക്ക് തയ്ച്ചൊരു പലാസയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവിൽ തന്നെ നമുക്കിതും മുറിച്ചെടുക്കാം കേട്ടോ. ജാക്കോഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരുവിധം കട്ടിയുണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഒരു ലൈനിങ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അളവും കാര്യങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം ഞാനിത് പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അളവ് മാർക്ക് ചെയ്യാനായി ചോക്കിന് പകരം വാങ്ങിയൊരു പെൻസിലാണ് കേട്ടോ ഇത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് പലാസോയുടെ ആ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നിൽക്കത്തൊന്നുമില്ല കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ ഇത് തനിയെ അങ്ങ് മാഞ്ഞു പൊക്കോളും. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം കേട്ടോ. പലാസ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. രണ്ട് സൈഡിലും കർവ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഈ താഴെ കാലിൻ്റെ വട്ടം നല്ല വീതിക്ക് തന്നെ ഒന്ന് മടക്കി അടിച്ച് എടുക്കുകയാണ് കേട്ടോ. വീതിക്ക് മടക്കി അടിച്ചടിക്കുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷിംഗ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി രണ്ട് കാലിൻ്റെ ഭാഗം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. വേസ്റ്റ് ഭാഗത്ത് വീതിയുള്ളൊരു ഇലാസ്റ്റിക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മോളിത് പെയർ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ തയ്ച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ക്രോപ്പ് ടോപ്പുമായിട്ടാണ് കേട്ടോ. സത്യത്തിൽ ഇപ്പോൾ ഇതൊരു കോട്ട് സെറ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ.